സൂര്യ ഇരുന്ന് കഴിക്കാനും തുടങ്ങി. എന്നിട്ട് ഒരു 2-3 പെഗ് കഴിച്ചപ്പോ ഇന്ന് കല്യാണത്തിന്റെ പാർട്ടിയാണ്, നമുക്ക് പെട്ടെന്ന് പോണോന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി. വിജയേട്ടന് തടഞ്ഞു നിർത്തായിരുന്നില്ലേ? നിക്കണ്ടേ? ദേ, ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാം. സൂര്യക്ക് ഈ കല്യാണത്തിന് താല്പര്യമാണെന്നാ എനിക്ക് തോന്നുന്നേ. അപ്പൊ പിന്നെ ഞാൻ തടഞ്ഞാ നിൽക്കൂ? ഒരു ഗുണമില്ലാതെ പോയല്ലോ നിങ്ങളെ കൊണ്ട്. ഇടയ്ക്ക് നാണം കെട്ട് വന്ന് നിൽക്കുന്നു. അങ്ങനെ എന്നെ പൂർണ്ണമായി കുറ്റപ്പെടുത്തണ്ട. കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് വഴി? സൂര്യക്കിടാൻ വേണ്ടി മിത്രയുടെ അച്ഛൻ ഒരു കോട്ട് കൊടുത്തയച്ചില്ലേ? മിത്ര പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചുണ്ടാക്കിയ ലക്ഷങ്ങൾ വില വരുന്ന കോട്ട്. അതിന് ആ കോട്ടിട്ടല്ലേ സൂര്യക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റൂ. ഞാൻ ആ കോട്ട് ഹോട്ടലിൽ വാഷ് ചെയ്യാനുള്ളതിന്റെ കൂട്ടത്തിലിട്ടു. അത് കഴുകി തിരിച്ചു വരാൻ മിനിമം ഒരു 2 ദിവസമെങ്കിലും എടുക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിങ്ങളെപ്പോലെ ഒരുത്തനെ ചുമന്നുകൊണ്ട് ഞാൻ നടക്കുന്നല്ലോ. നാണക്കേട്. ആ കോട്ട് കിട്ടിയില്ലെങ്കിലേ അതിന് പകരം ഒന്ന് സംഘടിപ്പിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആൾക്കാര് പോകുന്നു. സൂര്യ വന്ന് മണ്ഡപത്തിൽ കയറിയതിനു ശേഷം പിന്നെ മുടക്കിട്ട് എന്താ കാര്യം? എങ്കിൽ ഞാൻ ഹോട്ടലിൽ പോയിട്ട് സൂര്യ ഒന്നുകൂടെ നിർബന്ധിച്ച് കുറച്ചുകൂടെ കള്ളു കുടിപ്പിച്ചാലോ? വേണ്ട, നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കില്ല. വേദേ, നീ വാ. ഇന്ദ്രജയെ ഈ ചടങ്ങൊന്ന് കഴിയട്ടെ. നമ്മുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അപ്പോ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നാളെ മുതൽ ഭർത്താവിന്റെ പണിയും ഉണ്ടാവില്ല, കമ്പനിയിലെ പണിയും ഉണ്ടാവില്ല. തൊഴിൽ രഹിതൻ. വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാം. നാട്ടിൽ നിന്ന് ചിലരൊക്കെ വന്നിട്ടുണ്ട് അച്ഛാ.